ഈ ഇഞ്ചി നമുക്കൊന്ന് കിളച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയാ കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ഈ ഇഞ്ചി കിളയ്ക്കുവാണേ. പാത്ത് പഠിച്ചെങ്കിലല്ലേ പാത്ത് പഠിക്കണം, പൊക്കി പഠിക്കാതെ. നമ്മളേ ഇനി ഇതിപ്പോൾ നമ്മൾ കിളച്ചിട്ട് ഇതിൻ്റെ വിത്തെല്ലാം നമ്മളിപ്പോൾ എടുത്തതിന് ശേഷം നമ്മുടെ ആവശ്യത്തെ ഇത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുള ഇങ്ങനെ വെച്ചിട്ടല്ലയോ നമ്മൾ ബാക്കിയൊക്കെ നടുന്നത്. ഇതെല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അമ്മേ ഇത് എങ്ങനെയാണ് നടുന്നതെന്നാണ് പറഞ്ഞത്? ഇതിൻ്റെ മണ്ടയെല്ലാം നമ്മൾ ഇതിൻ്റെ മണ്ട ഇത്രയേ ഉള്ളത് നമ്മളിത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കിയാണ് നടുന്നത് കേട്ടോ. ഇനി ഒരുപാടുണ്ട്. നാടൻ ഇഞ്ചിയാണോ? നാടനാ. നമ്മൾ പാണ്ടി ഇഞ്ചി നടത്തില്ലല്ലോ ഇവിടെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതെല്ലാവേ കുറേയൊക്കെ പൊടിഞ്ഞു പോയി. കുറേയൊക്കെ അങ്ങ് പൊടിഞ്ഞു പോയി. പിന്നെ ഉള്ളതൊക്കെ കളിച്ചിട്ട് ബാക്കി ഇന്നതിനങ്ങ് നടുന്നു. ചാണകപ്പൊടിയുണ്ട്. ചാണകപ്പൊടി നട്ടിട്ട് മണ്ട വന്നിട്ടേ നമുക്കെടുക്കാം. ഒരാളുടെ കൈ ക്ഷീണിക്കുമ്പോൾ അടുത്ത ആൾ കളിക്കും കേട്ടോ. ഇനി ബാ, ഞാൻ കളിക്കാം. എല്ലാം പൊടിഞ്ഞു പോയതായിരുന്നു കേട്ടോ. പൊടിഞ്ഞായിരുന്നോ? പിന്നെ അതാ കേട് വന്നു. പക്ഷെ നേരത്തെ ഒത്തിരി ഇല്ലായിരുന്നു. മഞ്ഞളേ, ഇത് മഞ്ഞളാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നട്ടിട്ട് പിന്നെ കിളച്ചില്ലല്ലോ. ഇല്ല, അതിൽ നിന്ന് തന്നെ പിന്നെ പൊട്ടിക്കിളിച്ച് വന്നതാണോ? അടുത്ത ഇനിയും വെയിലുറയ്ക്കുമ്പോൾ നമുക്ക് പക്ഷേ ഇപ്രാവശ്യം മഞ്ഞപ്പൊടിക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് മഞ്ഞൾ കിളച്ച് ഉണക്കാൻ പറ്റിയില്ല. ഇനി വെയിലുറയ്ക്കുന്ന സമയത്ത് നമുക്ക് മഞ്ഞൾ നോക്കാം. ഇപ്പം ഇഞ്ചി കുറേ നമുക്ക് കൊടുക്കാനായി. ഇപ്പം വിലയുള്ളത് കൊണ്ട് നമ്മൾ പെണ്ണുങ്ങളെ
പെണ്ണുങ്ങൾ നട്ടതല്ലേ ആണുങ്ങൾ നട്ടതുപോലെ കിടന്നു. ഓ അങ്ങനൊന്നും ഇല്ല, പെണ്ണുങ്ങളും ആണുങ്ങളൊന്നും ഇല്ല. ഇപ്പം അമ്മ തന്നെ നട്ട ഇത് പിന്നെ ഇത്രയൊക്കെ ആയില്ലേ. വളമൊന്നും നമ്മൾ ചാണകപ്പൊടി മാത്രമല്ല ഇട്ടുള്ളൂ, രാസവളമൊന്നും ഇട്ടില്ല. രാസവളമൊന്നും ഇടാത്ത നല്ല ഫ്രഷ് ഇഞ്ചിയല്ലേ. കരിയില പിന്നെ അമ്മ ഇട്ടതാണോ അതോ പരിയിടുവോ? അല്ലാതെ വേറെ വളമൊന്നും ഇട്ടില്ലല്ലോ. ചാണകപ്പൊടി ഇട്ടു, ചാണകപ്പൊടി നട്ടപ്പോൾ ഒരു ഇച്ചിരി എല്ലുപൊടി. ഇനി ഉണ്ടോ ഞാൻ കളിക്കാം. ഇത് നല്ല നാടൻ ഇഞ്ചിയാണ്, ഇത് പാണ്ടി ഇഞ്ചിയൊന്നുമില്ല. എവിടുന്നായിരുന്നു ഇതിൻ്റെ? ഇതിൻ്റെ എങ്ങാണ്ടൊന്ന് ഒരു വിത്തൂരി ആക്കിയതാണ്, കളയാതെ നമ്മളത് ചെയ്തു. അന്നേരം ഒന്ന് തോന്നി, അന്നേരം ഇവിടോട്ട് കൊണ്ടുവന്ന് കുഴിച്ച് വെച്ചു. അപ്പോൾ നല്ല ഇഞ്ചിയായിട്ട് വന്നപ്പോൾ പിന്നെ അതങ്ങ് നമുക്ക് ചെയ്തന്നേ ഉള്ളൂ. ഇത് കുറേയൊക്കെ പോയി, അങ്ങനെയൊക്കെ പറിച്ചോണ്ട് പോയി, ഇത് എടുത്തോണ്ട് പോയി. ആര് പറിച്ചോണ്ട് പോകും? പിന്നെ അതല്ലേ ഇപ്പം നമ്മളാരും ഇവിടെ ഇല്ലാത്തപ്പോഴും ഇപ്പം മുഴുവൻ കിടക്കുന്നതെന്നുള്ളൊരു ഇതൊന്നും ഇല്ല. അപ്പം അമ്മ പറയുന്നത് നമ്മൾ അവിടെ ആരും ഇല്ലാത്തപ്പോഴൊക്കെ ഇതിനകത്തുനിന്ന് ആരൊക്കെയോ എടുത്തുകൊണ്ട് പോകുന്നെന്നാണ് പറയുന്നത് കേട്ടോ. മുഴുവൻ കിടക്കുന്നതെന്നുള്ള ഒരു ഇല്ലാത്തവരല്ലേ കൊണ്ടുപോയി കഴിക്കട്ടെ. അതിവിടെ കാണത്തൊന്നുമില്ല. അയ്യോ ഇത് കുറച്ച് അതിനകത്ത് ഒടിഞ്ഞു പോയി. മറച്ചു വെച്ചേക്കല്ലേ? ഇല്ല, മഞ്ഞൾ ഇനി എന്നാ അമ്മ കളയുന്നു? ആണോ? അതൊന്നും കയറി കിട്ടുന്നുണ്ടോ? പക്ഷെ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ കുഴി എടുത്തിട്ട് വേണമായിരുന്നെന്ന് തോന്നുന്നുണ്ട്. ഓ ശരി. അപ്പോൾ ചിലതൊക്കെ ഞാൻ പൊടിഞ്ഞും പോയിട്ടുണ്ട് കേട്ടോ. പൊടിഞ്ഞു പോയോ? അയ്യോ അയ്യോ മെഹൻ്റെ ഇത് അങ്ങോട്ട് ഇത്രയും കൂടെ ഉള്ളൂ. അത് പഴയ പണ്ടത്തെ ആ ഇഞ്ചിയാണ് അത് കളയാതെ എടുത്തു. ഇവിടെ കളന്ന് അത് കളച്ചെടുത്തതാണ്. മണ്ണിലൊക്കെ ഉണ്ട്. ഞങ്ങളുടെയൊക്കെ വൈകിട്ട് എത്ര കളിച്ചാലും ഒരു മണ്ണിലെ കിട്ടത്തില്ല. അവള് കിട്ടി. പക്ഷെ പല പാണ്ടിഞ്ചി ആയിരുന്നെങ്കിൽ ഇത് ഇതിനെ കൂടുതൽ കണ്ടേന്.
ഇപ്പോൾ ഒരു ബക്കറ്റ് നിറച്ച് നമുക്ക് ഇഞ്ചി കിട്ടി. ഇതിപ്പോൾ ഒരു വാരത്തേൽ മാത്രമേ ഉള്ളൂ. കുറേയൊക്കെ പൊടിഞ്ഞു പോയതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ബക്കറ്റ് ഇഞ്ചി നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം പൊടിഞ്ഞതിൻ്റെ ബാക്കിയായി ഇതെല്ലാം. ഇനി നമുക്കിനി ഇതൊക്കെ ഒന്ന് നടുകയും കൂടെ ചെയ്യണം. ഇതിൻ്റെ ഈ ഇത്രയും മണ്ടയ്ക്കോട്ടിരിക്കുന്നത് അത്രയും കൂടെ കുറച്ച് കണ്ടിച്ച് കളഞ്ഞതിന് ശേഷമായിരിക്കും നടുന്നത്. ഇത് കാണാം മതിയല്ലോ. മതി. ഞാൻ ഇങ്ങനെ കണ്ടിക്കുന്ന നീളം കൂടുതലാണ്. ഇതിൻ്റെ ചപ്പ് നമുക്ക് ഇതിനകത്ത് തന്നെ വെക്കാം ഇല്ലയോ? ഈ കളയണ്ടല്ലയോ നടുന്നതിനകത്ത്? കയ്യെ പിച്ചാട്ട് കയറരുത്. അതെത്ര നടട്ടെ. നട്ടിട്ട് എത്ര നട്ടട്ടെ. മതി. ഇത്രയും നമുക്ക് നടാം. നട്ടിട്ട് ബാക്കി എടുക്കാം. വീഡിയോ ഇപ്പോൾ നടിയിലും എല്ലാം കൂടെ ആയതുകൊണ്ട് അത്ര ഓരെന്താ ഞാൻ നട്ടാൽ ശരിയാവാത്ത? അമ്മ പറയുന്നത് ഞാൻ നട്ടാൽ ശരിയാവത്തില്ല. ഇത് ഓരോന്നും ഉണ്ടല്ലോ, രണ്ടെണ്ണം ഇതൊക്കെ ഈ രണ്ടെണ്ണമാണ്. അമ്മ അവിടെ നടിച്ചില്ല തുടങ്ങി. വളമിടണ്ടായോ മേ? അല്ല ചാണകപ്പൊടി ഇട്ടിട്ടില്ലേ ഇവിടുന്ന്? നമുക്ക് ചാണകപ്പൊടി ആണോ? പക്ഷെ തടത്തി പെരട്ടി ഇച്ചിരി ഇട്ടിരുന്നെങ്കിൽ നല്ല പൊടിയില്ലല്ലോ. ആ രണ്ടെണ്ണം വെച്ച് അങ്ങ് നടുവാന്നോ? എന്താ വന്നാ കരയുന്ന? ചെവി ഇടൂ. നല്ല സംഗീതം. ഇതവിടെ ഇല്ലേ സാധനം? ഏതാ ചീവി ഇടൂ? ഇനി അതിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളൂ. ഏതാ? കറക്റ്റ് അളവാണോന്നൊന്നും അറിയില്ല. ഞാനത് അത് നട്ടു കഴിഞ്ഞോ?
പിന്നെ ഇതിൻ്റെ മണ്ടയൊന്നും കണ്ടിക്കത്തില്ല, അല്ലാതെ നടും. ഞാൻ എൻ്റെ കയ്യിൽ വിളിക്കത്തിനെ വിളിക്കൂല. ഇടയ്ക്കൊന്നൊക്കെ പറിക്കാനും ഉണ്ടായിരുന്നു, ഇടയ്ക്കൊന്നൊക്കെ ഓരോന്ന് എടുക്കാനും ഉണ്ടായിരുന്നു. അമ്മയൊന്നും ഇതെടുത്തിൻ്റെ മണ്ടയ്ക്ക് വെച്ച് നടാനൊക്കെ അവിടെ നടന്നു വേണ്ടത് ഇരിപ്പുണ്ട്. അത് കളക്കണം. അതും കൂടെ കളക്കണം. അവിടെ കളയ്ക്കാം, കളച്ചിട്ടേ അത് നമ്മളെ പറ്റി. ഇപ്പം ഇത്രയും നമുക്ക് നടാനുള്ളതാണ്, ഇത്രയും കിളച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉണ്ട് കളയ്ക്കാൻ. വിലയുടേതും കൂടെ നോക്കിയിട്ട് ഇപ്പം കിലോയ്ക്ക് 20 രൂപയാണെന്നാണ് പറയുന്നത്. അത്രയേ ഉള്ളോയെന്നറിയത്തില്ല. ഇവിടെ നമ്മുടെ ഇവിടെ വാഴക്കൊല അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വിൽക്കുന്ന ഒരു പച്ചക്കറിക്കട ഉണ്ട്. അപ്പോൾ അവിടെ കൊണ്ട് കൊടുക്കാൻ ഇപ്പം നമ്മുടെ ഈ വർഷത്തെ ഇഞ്ചി വിളവെടുപ്പും നടിയിലും എല്ലാം ഒന്ന് ഇപ്പം അതിന് മാത്രം ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനും പിന്നെ നമുക്ക് കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്, അവർക്കും കൊടുത്തതിന് ശേഷം മാത്രമുള്ള ഇത് നമ്മൾ കൊടുത്തതിൻ്റെ ബാക്കി നമ്മൾ ഇങ്ങനെ നട്ടു വെക്കുന്ന ഒരല്ല വിപുലമായിട്ടൊന്നും ഉള്ള ഇതൊന്നുമില്ല. പിന്നെ ഈ മഞ്ഞളൊക്കെ എല്ലാം അമ്മയുടെ കൃഷികളൊക്കെയാണ്. ഒക്കെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കിളച്ചില്ലായിരുന്നു, കിളയ്ക്കാതെ ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു, അത് കിളയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഇനി ഒരു ഉണക്ക് വന്നതിന് ശേഷം അതെല്ലാം കിളച്ച് കൊടുക്കുമല്ല കിളച്ച് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് എടുത്തതിന് ശേഷം ബാക്കി പൊടിയുണ്ടെങ്കിൽ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുക്കും. പിന്നെ ഇത് ഒരു 6-7 കിലോ കാണുമായിരിക്കും ഇഞ്ചി. ഇതിപ്പോൾ വേറെ കുറച്ചുകൂടെ കിടപ്പുണ്ട്, നമുക്ക് ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ കൊടുക്കാൻ, പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഇട്ടേക്കുന്നത്. ഞാൻ ഇങ്ങോട്ട് നടന്നെടുത്തോട്ട് കഴിയും. അതൊക്കെ ഒന്ന് രാത്രി കഴിക്കാൻ കഴിയും. ഒക്കെ ഇന്ദിരാമ്മയുടെ കൃഷിത്തോട്ടങ്ങളാണ് ഇതൊക്കെ കേട്ടോ. ഇന്ദിരാമ്മ എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. മുരിങ്ങ തൊട്ട് ചീനി, കാച്ചിൽ, ചേന, മഞ്ഞൾ, ഒരുപാട് തോട്ടുപുളിയുണ്ട്. പക്ഷേ അതിന് ഇതുവരെ കാ പിടിച്ചിട്ടില്ല. വർഷങ്ങളായത് നിറച്ച് പൂക്കും, പക്ഷേ ഇതുവരെ അതിലെ കായ ഒരെണ്ണം പോലും പിടിച്ചിട്ടില്ല.
എല്ലാം ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് ഒന്ന് എത്തെടുത്ത് വരുമ്പോഴായിരിക്കും വളവിടുന്നതെന്ന് തോന്നുന്നു. ഇവിടെ അങ്ങനെ എങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ പന്നിയുടെ ശല്യം ഇഷ്ടം പോലുണ്ട്. ഇത് ഏതാണ്ട് ഈ നിൽക്കുന്ന ചേന കണ്ടോ, ഇത് മിനിങ്ങാന്ന് ഇത് ഇളക്കിയിട്ടതാണ്, ഇളക്കിയിട്ടിട്ട് പോയത്. ഇത് എനിക്ക് തോന്നുന്നു ചൊറിയുമെന്ന് മനസ്സിലായി കാണുമായിരിക്കും, അതായിരിക്കും ഇട്ടിട്ടങ്ങ് പോയത്. ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ പച്ചക്കറി കൃഷിത്തോട്ടത്തിലെ കാഴ്ചകൾ. ഇതിനിപ്പോൾ ഇതൊന്ന് കഴുകണം, കഴുകിയിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ, മണ്ണൊക്കെ കാണുമല്ലോ. ഇതിന് ചപ്പും ചവറും ഒക്കെ വാരി ഇടും ഇതിനകത്ത് കേട്ടോ. അപ്പോൾ ചെയ്യുന്നതിന് നമ്മൾ വഴക്ക് പറയും. നമ്മളൊക്കെ ഇനി അങ്ങോട്ട് പോയി കഴിയുമ്പം അതൊക്കെ ഇനിയിപ്പോൾ ഇതിനകത്തോട്ടങ്ങ് ഇറങ്ങും. കൈക്കൊക്കെ വേദനയാണ്, പക്ഷേ അങ്ങ് അടങ്ങിയിരിക്കത്തുമില്ല. വീഴരുത്. മതി, വാ കയറിക്കോ. നിങ്ങളിപ്പോൾ വിചാരിക്കുക അമ്മയെക്കൊണ്ട് തന്നെ കഷ്ടപ്പെടുത്തുകയെന്നല്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഞാനും കൂടെ ഇറങ്ങുമേ. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് കട്ട് ചെയ്തിടുക. അതിന് എത്രയും കൂടെ ഉള്ളോ അമ്മേ? ഇത് കളിക്കുന്നോ ഇനി? കുറച്ചല്ലേ ഉള്ളൂ. കളിക്കണമെങ്കിൽ കളിക്കാം. ആ ഞാനിനി വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങ് ഇടുക.
കഴിഞ്ഞിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ചെയ്ത് അത് പിന്നെ കളയാമേ എല്ലാം കൂടെ ഒന്നിച്ച് കഴിഞ്ഞിട്ട് പക്ഷെ നേരത്തെ വിളക്കണമെങ്കിലേ പൊടിഞ്ഞ് പോയിട്ടില്ലായിരുന്നു. അവൻ്റെ വീട്ടിലോ എന്നിട്ടാണ് അവിടെ മുളകും തയ്യ ഈ മറ്റേ നമ്മുടെ ഗ്യാസ് മുളകുണ്ടല്ലോ ഇപ്പോൾ ഇത് പറയുന്നത് കരണം പൊട്ടി മുളകോ അങ്ങനെയൊക്കെ പറയുമല്ലോ ആ മുളകായിരുന്നു. ഇപ്പോൾ ഒത്തിരി മുളകും തയ്യുണ്ട്. നീലയമരിയോ ചേനയൊക്കെ പന്നി കൊണ്ടുപോയിരുന്നാൽ കൊള്ളാം. അവിടെ ഏത് വാഴയ്ക്കാ ചാരം ഇടണമെന്ന് പറഞ്ഞു? പൂവമഴയോ? വാഴയെല്ലാം കൈയെല്ലാം പുഴു കയറി. അപ്പോൾ ഇതിന് ചാരം ഇടണമെന്ന് പറയും. ഇതെങ്ങനെ ചാരം ഇടുമെന്നൊരു കൊടുത്ത് ഒത്തിരി നീളവും കസേര മണ്ടയ്ക്ക് അമ്മ ഞാൻ കസേര എടുത്തുകൊണ്ട് വന്നാലേ അതിൻ്റെ മണ്ടയ്ക്ക് കയറി നിൽക്കാം. അമ്മ അതിന് ചാരം ഇങ്ങോട്ട് എടുത്ത് തന്നാൽ മതി കേട്ടോ. എത്ര കിലോ 5 കിലോ. പക്ഷെ പണ്ടേ ഇവിടെ എന്തോരം ഇഞ്ചി നമ്മളെ കുറ്റി പറിച്ചെടുത്തില്ലേ കിളച്ചെടുക്കുന്ന താമരക്കുളത്തൊക്കെ. പക്ഷെ ആ അത്രയും വലിയ വലിപ്പം എനിക്ക് തോന്നുന്നു ഇത് നാടൻ ഇഞ്ചി ആയിട്ടായിരിക്കും. ഇതന്ന് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇടത്തില്ലേ ഇതിന്? എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇടുവോ? വേപ്പും പിണ്ണാക്കും ഇച്ചിരി എന്തുവാ ചാണകപ്പൊടിയും ഇച്ചിരി രാസവളം ഇടുവോ? വല്ലപ്പോഴും അങ്ങനെ പിന്നെ തോരട്ടെ വലിയ ദോശമാണ് കേട്ടോ. എത്ര കിലോ? 5 കിലോ. പക്ഷെ പണ്ടേ ഇവിടെ എന്തോരം ഇഞ്ചി നമ്മളെ കുറ്റി പറിച്ചെടുത്തില്ലേ കിളച്ചെടുക്കുന്ന താമരക്കുളത്തൊക്കെ. പക്ഷെ ആ അത്രയും വലിയ വലിപ്പം എനിക്ക് തോന്നുന്നു ഇത് നാടൻ ഇഞ്ചി ആയിട്ടായിരിക്കും. ഇതന്ന് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇടത്തില്ലേ ഇതിന്? എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇടുവോ? വേപ്പും പിണ്ണാക്കും ഇച്ചിരി എന്തുവാ ചാണകപ്പൊടിയും ഇടുവോ? വല്ലപ്പോഴും അങ്ങനെ പിന്നെ തോരട്ടെ വലിയ ദോശമാണ് കേട്ടോ. എത്ര കിലോ? 5 കിലോ. പക്ഷെ പണ്ടേ ഇവിടെ എന്തോരം ഇഞ്ചി നമ്മളെ കുറ്റി പറിച്ചെടുത്തില്ലേ കിളച്ചെടുക്കുന്ന താമരക്കുളത്തൊക്കെ. പക്ഷെ ആ അത്രയും വലിയ വലിപ്പം എനിക്ക് തോന്നുന്നു ഇത് നാടൻ ഇഞ്ചി ആയിട്ടായിരിക്കും. ഇതന്ന് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇടത്തില്ലേ ഇതിന്? എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ഇടുവോ? വേപ്പും പിണ്ണാക്കും ഇച്ചിരി എന്തുവാ ചാണകപ്പൊടിയും ഇടുവോ? വല്ലപ്പോഴും അങ്ങനെ പിന്നെ തോരട്ടെ വലിയ ദോശമാണ് കേട്ടോ. 4,645. ഇപ്പൊ കിലോ എങ്ങനെ ഉണ്ടല്ലോ? 200. 4 കിലോയുടെ കൂട്ടും. 4.4. ബാക്കി എൻ്റെ സഞ്ചി ഇതും വരും കുറവേ. സഞ്ചിയുടെ ഇച്ചിരി സഞ്ചിക്ക് അതിന് മാത്രം പൊടിയൊക്കെ വരും. കുറവാണ്. അതെ അതിൻ്റെ 4 കിലോയുടെ 4.5. 4.4.
നാലര എന്നായിട്ട് വിപണിയിൽ 1 കിലോ തൂക്കിയാൽ 100 ഗ്രാം വീതം ഉണ്ടോന്നുള്ള അതുകൊണ്ടാ പറഞ്ഞു. അല്ല ചപ്പും വലിയ ചപ്പും ഒന്നുമില്ല. കുറയില്ല, നനവെല്ലാം ഇഞ്ചില്ല, ഇപ്പൊ വെള്ളത്തിൽ കിടക്കുന്ന ഇഞ്ചി ഉണ്ടല്ലോ. എന്നിട്ട് ഞങ്ങൾ അത് മണ്ണാന്ന് വിചാരിച്ച് കഴുകി കഴിയാൻ തോത്തിക്കൊണ്ട് കഴുകി തോത്തിയതാ. ഇഞ്ചിയൊക്കെ മിക്കവാറും നമ്മൾ ഇഞ്ചിയൊക്കെ തൂകുമ്പോൾ 1/2 കിലോ ഒക്കെയാണ് കുറയ്ക്കുന്നത്. കുറച്ചേ എടുക്കുക. അങ്ങനെ അതിൻ്റെ 850 ശരിയില്ല 850. ഉച്ചയ്ക്ക് നട്ട ഇഞ്ചിയാണ് കേട്ടോ ഇത്. ഇഞ്ചിയുടെ ഇതാണ്. ഇനിയിപ്പോൾ ഇത്രയും കൂടെ കിളയ്ക്കാനുണ്ട്. ആ ആസ്ഥാന ഇഞ്ചി കളക്കാരി വരുന്നു. മറ്റേ കൊച്ചുണ്ടാക്കുന്നുണ്ട്. കൊച്ചും തല്ലി വേണോ? എന്തേ അതെടുത്തില്ലായിരുന്നു? ഇല്ല. പൊടിഞ്ഞു പോയോ അമ്മയല്ലേ? അതിനകത്ത് ഇച്ചിരി ഉണ്ടെന്ന് തോന്നുന്നു. മണ്ണാണ് ഇത്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഇട്ടേക്കുവാ കേട്ടോ. ഇപ്പം കിളച്ചില്ലെങ്കിൽ ഇതെല്ലാം പൊടിഞ്ഞു പോവും. അപ്പം കിളച്ച് കുഴിച്ചിടാനാണ്. അപ്പോൾ ഇത് കിളച്ചിട്ട് അതിൻ്റെ മണ്ടയെല്ലാം നട്ടിട്ട് ബാക്കി കുഴിച്ചിടാൻ. അതാണ് അത് പൊടിഞ്ഞാന്ന് തോന്നില്ലേ? അത്ര മതിയോ? ബാക്കി അവിടെ കിടന്നോട്ടുണ്ടോ? അത് മൊത്തം കളയ്ക്കാമെന്നോ? കളയ്ക്കാനൊന്നു ശരിയാവും. ശരിക്കും ഓടിക്കും. ഭയങ്കരമായിട്ട് പോച്ച കയറിയല്ലോ. പോച്ച കയറിയില്ലയോ? പോച്ച അല്ലാതെ തെങ്ങിൻ തൈ എല്ലാം പന്നി കുത്തി കളയ്ക്കുമായിരുന്നു. ഞാൻ കളിക്കണോ?
ചെറുതനുണ്ടോ? പക്ഷെ എനിക്ക് തോന്നിയതിൽ വിളയാറാവുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ ഇനി കിടന്നാൽ അങ്ങ് പൊടിഞ്ഞു പോകും. മണ്ട അങ്ങോട്ട് കൊടുത്തേക്ക്. ഞാൻ കുറച്ചല്ല ഉള്ളു. ഓണമൊക്കെ ആകുമ്പോഴത്തെ ഇടി വരം കൂടിയിരിക്കും. ഇനിയും വില കൂടുവോ? പിന്നെ ഇനി വിലയൊന്നും കൂടത്തില്ല, ഇത്രയൊക്കെ കാണത്തുള്ളായിരിക്കും. 300 രൂപ 350 രൂപ 400 രൂപ ഒക്കെ ആയിരിക്കും. ഇഞ്ചിക്കോ? രണ്ടും മൂന്നെണ്ണം വെച്ചൊക്കെ നടുവാന്നോ? ഇതിന്റെ മണ്ട കെട്ടിക്കണ്ടായോ അമ്മേ? എടുക്കണോ? വേണ്ട. അതിനകത്തേക്കേ ഉള്ളോ അമ്മേ? അതിനകത്തേക്കേ ഉള്ളോ? ഇഞ്ചിയുടെ അത് ഒരാളൂടെ വല്ലാതെ പറ്റത്തില്ല. കസേര പിടിക്കണം. ഒരാളും കൂടെ ഇല്ലാതെ പറ്റത്തില്ല അത്. ഇതിലെല്ലാം മുളക് പൊടിയുടെ ഇത് ഇട്ടിട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനകത്തേക്കാട്ടിലും ഇച്ചിരും കൂടെ ഇഞ്ചി ഉള്ളത് അതിനകത്തായിരുന്നു, ഇല്ലയോ അമ്മേ? ഇനി ആരെങ്കിലും ഇഞ്ചിയാന്നും പറഞ്ഞ് ഇനിയും വലിച്ചു പറിച്ചോണ്ട് പോവോ? പിഴുതോണ്ട് പോവോ? ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് തെളിവിന് ഇവിടുന്ന് ഇവിടെ വരെ വീഡിയോ എടുക്കാം. അത്രയല്ലേ ഉള്ളൂ. എടുത്തോളാം, അറിയാൻ പറ്റും.
ആ അങ്ങനെ ഒരാളുടെ ഇതില്ലാതെ ഒരാളുടെ പറമ്പിൽ കയറി ആരെടുക്കും? പക്ഷെ ഇതിനകത്ത് കുറച്ചൊക്കെ പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ കൊച്ചൊരാൾ UK-യിലുണ്ട്. അതിന് പോകുമ്പോൾ കൊടുത്തു വിടാൻ വേണ്ടി ബാക്കി വന്ന് ഇഞ്ചി അങ്ങ് കുഴിച്ചിടുക. അപ്പോൾ പൊടിഞ്ഞും പോകത്തില്ല, കിടന്ന് കിളിക്കുകയും ചെയ്യും. കിളിക്കുമായിരിക്കും ഇല്ലയോ അമ്മേ? അപ്പോൾ ഇത് പറക്കാനുള്ള ഇഞ്ചിയാണ്. അങ്ങനെ വൈകിട്ട് ഇഞ്ചികളെയും അടിയിലും കൊണ്ട് വിൽപ്പനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇന്ന് വൈകിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ചപ്പാത്തി മുട്ടക്കറി. അപ്പം അതിൻ്റെ വീഡിയോ കൂടെ കാണിക്കാവേ. ഇപ്പം സ്റ്റാൻഡൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നില്ല. അപ്പം എല്ലാം വീഡിയോയും എടുക്കണം, ഇത് കുഴയ്ക്കുകയും വേണം. അപ്പം എങ്ങും ചാരി വെച്ച് എടുക്കാനുള്ളൊരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട് ഞാനിതിപ്പോൾ ഇങ്ങനെ കുഴയ്ക്കുന്ന കാണിക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് കാണും, സാദരം ക്ഷമിക്കുക. ഇനി കുഴച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുട്ടക്കറി വെക്കുന്ന വീഡിയോയും ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോയും കൂടെ കാണിക്കാവേ. മാവെല്ലാം കുഴച്ചൊക്കെ വെച്ച് മുട്ടക്കറിക്ക് സവാളയെല്ലാം എടുത്ത് വെച്ച് ഇപ്പം ഇനിയും ഇതും കൂടെ ഒന്ന് അരിഞ്ഞിട്ട് മുട്ടക്കറിയും കൂടെ വെക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാവേ. സ്റ്റാൻഡ് കൊണ്ടുവരാത്തതുകൊണ്ട് ചാരി ഒന്ന് വെച്ച് കഴിഞ്ഞാലൊന്നും വെട്ടമില്ലാത്തതുകൊണ്ട് കിട്ടത്തില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വെട്ടക്കുറവൊക്കെ കാണും കേട്ടോ. പിന്നെ ഞാൻ ഈ വോയിസ് ഓവർ ഞാനിങ്ങനെ അങ്ങ് കൊടുക്കാമെന്ന് വെച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇനി വീഡിയോ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് പിന്നെ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല ചിലതൊന്നും. ചില വീഡിയോയൊക്കെ അങ്ങ് മിസ്സായിപ്പോവും. അതുകൊണ്ടാണ് കേട്ടോ. ഇല്ല, കിളി ഇപ്പം ജനലേ കൊത്തുവോ? ഇവിടെ ഒരു കിളിയുണ്ട് കേട്ടോ. അതാണെങ്കിൽ ജനലയിൽ ഒരു മഞ്ഞക്കിളി, അത് മൊത്തം വന്ന് കൊത്തി കൊത്തി എന്തൊരു ശല്യമാണെന്നറിയാമോ. അമ്മ ചോദിക്കുന്നത് ഞാൻ ആരോടാ പറയുന്നത്, ഞാൻ വീഡിയോ എടുക്കുവാന്ന്. അമ്മ ചോദിച്ചാൽ ഞാൻ തന്നെ ഇരുന്ന് കഥ പറയുവാന്ന്. അമ്മ ഇച്ചിരി നേരത്തെ വീഡിയോ ഒക്കെ എനിക്ക് എടുത്തു തന്നു. അപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു എനിക്കങ്ങ് വയ്യ, ഇതെന്തുവാ ഇത്. നമ്മുടെ കഷ്ടപ്പാട് നമുക്കെല്ലാം അറിയൂ. പക്ഷെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ ഇനി സ്റ്റാൻഡ് പൊക്കിക്കൊണ്ട് നടക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവർക്ക് പട്ടായോ. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഒന്ന് താത്തു വെച്ചു. അവിടെ ആകുമ്പോൾ പിന്നെ ആരും കാണത്തില്ല, മതിലായോ. ഇവിടെ പിന്നെ ഇങ്ങനെ ഇച്ചിരി തുറന്നൊക്കെ കിടക്കുമായതുകൊണ്ട് ഇത് കഴുകി ബാക്കിയൊക്കെ നമുക്ക് കഴുകിയിട്ട് വന്നിട്ട് വഴുറ്റുന്നതൊക്കെ കാണിക്കാം കേട്ടോ. അരിയാനുള്ള മടിക്ക് ഞാനിത് ചോപ്പറിലിട്ട് 2 കറക്ക് കറക്കിയപ്പോഴത്തേക്ക് ഇതായി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അടുപ്പയിലിട്ട് വഴറ്റാം. ഇത് അവിടെ കിടന്ന് വഴറ്റിട്ട് നമുക്ക് അപ്പോഴത്തേക്ക് മുട്ട പുഴുകാൻ വെക്കാം. പിന്നെ ചപ്പാത്തി പരത്തുകയും ചെയ്യും. 2
പേരല്ലേ ഉള്ളൂ, അപ്പോൾ 2 മുട്ട മതിയല്ലോ. അപ്പം 2 മുട്ട എടുത്ത് ഞാൻ അവിടെ മുട്ട നല്ലപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ടത് കേട്ടോ. ഇനി ഞാൻ ഒരു വാർത്തയ്ക്കകത്ത് താറാമുട്ട പുഴുങ്ങാനിട്ടപ്പോൾ ഞാനത് മുഴുവൻ കണ്ടില്ല. പക്ഷെ അന്നേരം മുതൽ എനിക്കൊരു പേടി. ഇത് താറാമുട്ടയല്ല, സാധാ കോഴിമുട്ടയാണ്. ഇതിപ്പോൾ 2 മുട്ട ഞാൻ പുഴുങ്ങാനിട്ട്. ഇനി എപ്പോഴത്തേക്ക് നമ്മുടെ സവാളയെല്ലാം വഴണ്ട് വരും. അതിൻ്റെ അന്ന് തന്നെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ തക്കാളി അരിഞ്ഞെടുത്ത്, തക്കാളി ഒന്നും ഇട്ടില്ല, തക്കാളി ഞാൻ ചെറുതായിട്ട് സവാള വഴണ്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്കിനി മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടെ നമുക്ക് ചേർക്കാം. ഇപ്പം മുട്ടയും തിളച്ചിട്ട് വെന്തില്ല, കുറച്ചിടാം. ഇനി അത് കുറഞ്ഞ തീയിലവിടെ കിടന്ന് വേവട്ടെ. നിങ്ങളൊരു വായന കേൾക്കുന്നുണ്ടോ? ഇന്ദിരാമ രാമായണം വായിക്കുന്നതാട്ടോ. TV ഞാൻ കുറച്ച് വെച്ചേക്കും. രാമായണം വായിക്കുവാറല്ലോ. ചപ്പാത്തി പരത്താൻ ഞാൻ നല്ല എക്സ്പേർട്ടൊന്നും അല്ലെങ്കിൽ കഴിക്കണ്ട. എണ്ണം വിജയകരമായി പരത്തി. ഞാനിപ്പോൾ ഒത്തിരി നാളായി ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കേട്ടോ. ഇതൊക്കെ ഇച്ചിരി ലെങ്ത് കൂടുതലുള്ള വീഡിയോ ആയിരിക്കും. ഈ ഒരു വീഡിയോയും കൂടി ഇങ്ങനെ പോട്ടെ. ഞാനത് കഴിയുമ്പം ഓരോ 5 മിനിറ്റ് കൂടുന്ന വീഡിയോ ഡെയിലി ഇടാമല്ലോ എന്ന് വിചാരിച്ചു. ഷോർട്സ് ആണെങ്കിലും കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് പോരാ, മുളകൊക്കെ ഒന്ന് കനിയണം. എങ്കിലേ എൻ്റെ ചാനൽ രക്ഷപ്പെട്ട് പോകത്തുള്ളൂ. ഷോർട്ട് വീഡിയോ ഒക്കെ കാണുമ്പോഴേ ഒരു ഷോർട്ട് വീഡിയോ കാണുമ്പോൾ ഒരു 5 പേരെങ്കിലും ഒക്കെ സബ് ചെയ്യും. ഇത്രയും സമാധാനം. ഇതൊന്നും ഇല്ലാത്ത എത്രയോ പേരുണ്ട്. അവരുടെ ലോങ് വീഡിയോ ചിലപ്പം ഷോർട്ട് വീഡിയോ ആണെങ്കിൽ 5 പേർക്ക് 10 പേര് കാണും, 5 പേര് കാണും. എനിക്ക് പിന്നെ ഇത്രയെങ്കിലും ഒക്കെ തോന്നല്ലോ എന്നുള്ള ദൈവത്തിനോട് നന്ദി പറയാം. ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കുന്നതിനെക്കാട്ടും നല്ലത് ഇത് തന്നെ. ഞാൻ ഇന്നലെ നാലമ്പല ദർശനത്തിന് പോയി കേട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോകളൊന്നും എടുക്കാൻ ഞങ്ങൾ ഈ KSRTC ബസ്സിൽ, ടൂറിസ്റ്റ് ബസ്സിൽ, KSRTCയുടെ നമുക്കിവിടുന്ന് ബസ് വിട്ട് നമുക്ക് ഒരാൾക്ക് 680 രൂപയായിരുന്നു ചാർജ്. അപ്പം 30 പേരോളം കൊള്ളുന്ന ഒരു ബസ്സായിരുന്നു. പക്ഷെ അതിനകത്ത് ഒരു 7-8 പേർക്ക് വരാൻ പറ്റിയില്ല. അവർ പൈസയൊക്കെ അടച്ചാണെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് വരാൻ പറ്റിയില്ല. അത് തിരിച്ചു കൊടുക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവർക്കതൊന്നും വരാൻ പറ്റിയില്ല. അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഞാൻ നാലമ്പല ദർശനത്തിന് പോകാനായിട്ടിരുന്ന സമയത്ത് ലച്ചുവിന് കണ്ണിന് സുഖമില്ലാതെ വന്നു. അപ്പോൾ പിന്നെ അങ്ങനെ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഞാൻ എന്തായാലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ
നമ്മളായിട്ട് വരുത്തുന്ന ബുദ്ധിമുട്ടുകൾ അല്ല, അല്ലാതെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യം അനുകൂലം അല്ലാതൊക്കെ വരുമല്ലോ. അപ്പം ഇതിപ്പം ഞാൻ എന്തിൻ്റെ പുറത്താണ്, ഒരു കുപ്പി ഇവിടെ ഇരിപ്പുണ്ട്, അമ്മയുടെ മണി പ്ലാന്റിൻ്റെ ഒരു കുപ്പി. ഞാൻ അതിൻ്റെ പുറത്ത് വെച്ചാണ് ഈ ചപ്പാത്തി എടുക്കുന്നത് കേട്ടോ. എൻ്റെ സ്റ്റാൻഡ് ഇപ്പോൾ അതാണ്. ഞാൻ സ്റ്റാൻഡൊന്നും കൊണ്ടുവന്നില്ല. അതെല്ലാം കൂടെ നമ്മുടെ ഈ കല്യാണിയെ വെച്ചുകൊണ്ട് വരാൻ പറ്റത്തില്ലല്ലോ. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടിപ്പോൾ ഒരു കഴിഞ്ഞ ബുധനാഴ്ച വന്നു. ഇനിയിപ്പം നാളെ പോകണം. വീട്ടിൽ ചെറിയൊരു ഫംഗ്ഷനുണ്ട്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ പുണർതം നാളെ. അപ്പം അവിടെ ജനിച്ച ദിവസവും നാളും നമുക്ക് ഇത്ര വർഷം കൂടുമ്പം എല്ലാം കൂടെ ഒന്നിച്ച് വരുമല്ലോ. അപ്പം അതിൻ്റെ വായനയൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പം ചെറിയ സദ്യ പോലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നാളെ ഞാൻ ഇവിടുന്ന് വണ്ടി വിടും. നാളെ ഇനി അവിടെ അടുത്ത പരിപാടി. അമ്പലത്തിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞില്ലല്ലോ. നാലമ്പലത്തിൽ പോയി കണ്ട്, ആദ്യം രാമൻ്റെ അമ്പലത്തിൽ പോയി, അത് കഴിഞ്ഞ് ഭരതൻ്റെ അമ്പലം, പിന്നെ അത് കഴിഞ്ഞ് ലക്ഷ്മണൻ, ശത്രുഘ്നൻ, അങ്ങനെ എല്ലാ അമ്പലങ്ങളും. ആദ്യത്തെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ നമുക്ക് കഞ്ഞിയും അസ്ത്രവും ഉണ്ടായിരുന്നു. രണ്ടാമത്തെ അമ്പലത്തിൽ പോയപ്പോൾ ഒന്നും കിട്ടിയില്ല. മൂന്നാമത്തെ അമ്പലത്തിൽ പോയപ്പോൾ നമുക്ക് പിന്നെയും കഞ്ഞി, പയറും കടുമാങ്ങ. പക്ഷേ എനിക്ക് കഴിച്ചു എങ്കിൽ തന്നെ ഞാൻ ഈ ഛർദ്ദിക്കുന്ന ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ അവോമിൻ്റെ ഗുളികയൊക്കെ കഴിച്ച് പോയത്. അപ്പം അതുകൊണ്ട് വേണ്ട രീതിയിൽ അങ്ങോട്ട് പെരുമാറാൻ പറ്റിയില്ല. ആ ഒരു സങ്കടമേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിച്ചേ. ഞാനും അമ്മയും തന്നെ ഉള്ളത് കൊണ്ട് വലിയ ഇത്ര 1 2 3 4 5 പരത്തി വെച്ചേക്കാം. നാളെ വേണമെങ്കിൽ എടുക്കാമല്ലോ. അങ്ങനെ എന്താ ഞാൻ പതുക്കെ പറയണമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാകണ്ടല്ലോ എന്ന് വിചാരിച്ചാൽ കേട്ടോ. രാമായണമൊക്കെ വായിക്കുന്നില്ലേ. അങ്ങനെ ഞങ്ങൾ പോയി. ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് തിരിച്ചത് 1 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് എല്ലാ അമ്പലങ്ങളിലും തൊഴുത് നല്ല യാത്രയൊക്കെ ആയിരുന്നു. അടുത്ത വർഷം നമുക്ക് പോകാനൊരു അനുഗ്രഹം ഈശ്വരൻ തരത്തില്ലേ. പിന്നെ ഞങ്ങൾ ഇതിനിടയ്ക്ക് ഗുരുവായൂർ പോയി. അത് ഞാൻ നിലച്ചിരിക്കാതെ പോയതാണ്. പോകണം, എനിക്കവിടെ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ട്. ലക്ഷ്മിനെ കൊണ്ട് പോകണം. അവിടെ എനിക്കൊരു തുലാഭാരമൊക്കെ നടത്താനുണ്ട് അവർക്ക്. മിക്കവാറും ഞങ്ങൾ അവിടെ പരീക്ഷ ഇന്ന് കഴിഞ്ഞു. ഇനി 19-ാം 18-ാം തീയതി ഓണം സെലിബ്രേഷൻ ഉണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വരുമ്പോൾ ഞങ്ങൾ ഗുരുവായൂരൊക്കെ ഒന്ന് പോകാമല്ലോ എന്ന് വിചാരിച്ചാണ്. ഈശ്വര ഭഗവാനെ പോകാം. എല്ലാവർക്കും പറ്റണമെന്നുള്ള ഞങ്ങൾ കുറച്ച് പേര് ഇന്ന് പോകുന്നുണ്ട്. അമ്മയും 2 ചേച്ചിമാരും അപ്പോൾ കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചു. എല്ലാവർക്കും കൂടെ ഒത്തു വരണമല്ലോ. പലരും പല കുടുംബമായിട്ടൊക്കെ താമസിക്കുന്നവർ. അപ്പോൾ എല്ലാവർക്കും പറ്റി വരത്തില്ലല്ലോ ചിലപ്പോഴൊക്കെ. അപ്പോൾ എല്ലാവർക്കും കൂടെ പറ്റണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന. അല്ലെങ്കിൽ വഴിപാടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീട്ടിക്കൊണ്ട് പോകരുതെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ എൻ്റെ ചപ്പാത്തിയൊക്കെ നല്ല റൗണ്ടിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, കഥ പറഞ്ഞുകൊണ്ടിരുന്നാലും പക്ഷെ പരത്തി തീർന്നത് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ കൊള്ളാം പരിപാടി. അതാകുമ്പോൾ വീഡിയോയും ആവും. കുട്ടികളെ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ? ഈ വല്യമ്മയ്ക്ക് വേറെ ജോലിയൊന്നും ഇല്ല എന്നായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത്. ജോലിയില്ല, ഞാനിത് വിട്ടു പോകത്തില്ല. നമുക്കിപ്പോൾ ഇതിനോടൊക്കെ ഒരു നേരത്തെ ഉള്ളു. ആ സമയത്ത് ഞാനിപ്പം ഒരു 2-3 വർഷമായി ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട്. പക്ഷേ എനിക്കങ്ങോട്ട് കര കയറാൻ പറ്റുന്നില്ല. അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വരും. എന്നിട്ട് നമ്മൾ ചിലപ്പം വീഡിയോ ഇടാതെ വരും.
ആരെങ്കിലും ഹോസ്പിറ്റലിൽ കേസുകൾ വരും. ഹോസ്പിറ്റൽ കേസ് എന്നാൽ ലച്ചുവിൻ്റെ അവൾ ലെൻസ് വെച്ചിട്ട് അവിടെ കണ്ണിൽ ഇൻഫെക്ഷനായി. കണ്ണല്ലയോ അങ്ങനെ 1 മാസം നമ്മളവിടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ. ചപ്പാത്തി കീറിപ്പോയി. ഒരെണ്ണം കൂടെ ഉള്ളൂ, തീർന്നു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വിഷയത്തിൽ നിന്ന് അങ്ങ് തെന്നി മാറിപ്പോവും. അങ്ങനെ 1 മണിയായപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് 7 മണിയായപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി. അത് താമസിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിന് മുമ്പ് വന്നേനെ. അങ്ങനെ 7 മണിയായപ്പോഴത്തേക്ക് എനിക്ക് പക്ഷേ ഈ ട്രെയിൻ യാത്രയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഈ ഷർട്ടിലിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ബസ്സിന് പോകാൻ ഇഷ്ടമുള്ളവർക്ക് നല്ല അടിപൊളി യാത്രയാണ്, ഒരു കുഴപ്പമില്ല. ബസ്സിലൊക്കെ ഇഷ്ടമാണ് യാത്ര ചെയ്യാനുള്ളവർ. പക്ഷേ ഇവരെല്ലാ ദിവസവും KSRTC വിടും വണ്ടി, മാവേലിക്കരയിലുണ്ട്. എൻ്റെ ചപ്പാത്തി എല്ലാം പരത്തി തീർന്നു. അപ്പം എന്ത് പെട്ടെന്ന് വന്നിട്ട് എന്തായാലും ഇത് പരത്തി ചുടുന്ന വീഡിയോയും കൂടെ കാണും. അതിൻ്റെ മുട്ട വെന്ത് കാണും. ഇപ്പം ഇല്ലെങ്കിൽ വേണ്ട. ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മുട്ടക്കറി കുഴപ്പമില്ല. ചപ്പാത്തി മുട്ടക്കറി ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ നല്ലതാണ് പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യും. കാണുന്നവരൊക്കെ ചെയ്യുന്നുണ്ട്. ലോങ് വീഡിയോ അല്ല, ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.